ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. വിജയിക്കുന്ന ബിസിനസ്സുകളെ പറ്റിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നിർത്തി പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകേണ്ടി വന്ന ബിസിനസ്സുകളെ പറ്റിയിട്ട് നമ്മൾ അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? കാരണം നമ്മുടെ ഇടയിൽ നിർത്തി പോകേണ്ടി വരുന്ന ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് മുൻകൂട്ടി നമുക്ക് അറിയാൻ ഒരുപക്ഷെ കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്കുകൾ നമുക്ക് മുൻകൂട്ടി പരിഹരിക്കാനും വേണ്ടത്ര ശ്രദ്ധിച്ച് നമുക്ക് ബിസിനസ്സിനെ വിജയിപ്പിക്കാനും സാധിക്കും. ഈ ചില പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിൽ ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പോയിന്റ് നമ്പർ 1, അതായത് നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ഇത് 2 രീതിയിലുള്ള ക്യാപിറ്റലാണ്. ഒന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോങ് ടേം ക്യാപിറ്റലാണ്, അത് നമ്മുടെ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ. രണ്ടാമത്തെ ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നോർമലി ബിസിനസ്സുകാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഡിഫറൻസ് പലപ്പോഴും മനസ്സിലാവില്ല. നമ്മൾ ബിസിനസ്സുകൾ നടത്തുന്നു, നമ്മുടെ സെയിൽ നടത്തുന്നു, നമുക്ക് തിരിച്ചു പൈസ വരുന്നു. പക്ഷേ നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും ഫെയിലർ ആയിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ, അത് ബിസിനസ്സിൻ്റെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അത് നമ്മൾ പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരുപക്ഷെ പേഴ്സണൽ ആവശ്യമാവാം, അല്ലെങ്കിൽ മറ്റു പല ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡീവിയേഷൻസ് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ബിസിനസ് ഫെയിലിയറിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള സെയിൽസൊക്കെ വളരെ ഗംഭീരമായിട്ടും വളരെ ഭംഗിയായിട്ടും നമുക്ക് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സെയിൽസിൻ്റെ പ്രോഗ്രസ് ഒക്കെ വെച്ചിട്ടായിരിക്കും, നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള സെയിൽസിൻ്റെ പ്രോഗ്രസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത്തും ബിസിനസ്സിൻ്റെ കപ്പാസിറ്റിയും ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റും അല്ലെങ്കിൽ അതിൻ്റെ നമ്മളുടെ പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഡിസൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സമയം നമ്മുടെ ക്ലോസ് സർക്കിളിൽ വെച്ചുള്ള സെയിൽസിനെ വെച്ച് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അത് നമുക്ക് ഡെഫിനറ്റായിട്ട് വരേണ്ടതാണ്, അല്ലെങ്കിൽ അതല്ല നമ്മുടെ ആക്ച്വൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലോസ് സർക്കിളിന് പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ നിങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങളുടെ സെയിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, അതിൻ്റെ വളർച്ച മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാവൂ. കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിളിൻ്റെ പുറത്ത് നിങ്ങൾ ആ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫെയിലർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ്, അതായത് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്, അതായത് ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കും, നമ്മൾ ബിസിനസ്സിനെ പറ്റി നല്ല വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മുടെ മാർജിൻ, അതായത് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്താണെന്നൊരു പക്ഷേ 20-30% ആയിരിക്കും നമ്മുടെ മാർജിൻ എപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത്. പക്ഷേ നമ്മളൊരു 5-10 കൊല്ലം ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഈ ബിസിനസ്സിൻ്റെ മാർജിൻ ഉള്ളത് കുറയാനായിട്ട് വളരെ സാധ്യതയുണ്ട്. 10 വർഷം മുമ്പ് നമുക്ക് 20% മാർജിൻ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് ഒരു പക്ഷേ 10-20 കൊല്ലം കഴിയുമ്പോൾ 20% മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. എന്ന് പറഞ്ഞാൽ മാർജിൻ ഡ്രാസ്റ്റിക്കായിട്ട് ചിലപ്പോൾ താഴേക്ക് വരും. ഇത് കോമ്പറ്റീഷൻ കൂടുന്നതുകൊണ്ടാകാം, പല ഓവർ ഹെഡ്സ് കയറി വരുന്നതുകൊണ്ടാകാം, നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുന്നതുകൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഈ മാർജിൻ്റെ ഒരു ഡിഫറൻസ്, അതായത് ആ 20% നിന്നും 5%ലേക്ക് കൂപ്പുത്തിയാൽ താഴേക്ക് വന്ന മാർജിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും നിങ്ങൾ ആ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന 20% മാർജിൻ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ 5% മാർജിൻ മാത്രമേ ഉള്ളൂ. നമ്മൾ 10%, 15% ഓടിയെടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റ് കോസ്റ്റ് കൂടിയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ പൈസ മൊബിലൈസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന മാർജിൻ എന്ന് പറയുന്നത് താഴെയാണെങ്കിൽ, പണ്ടുണ്ടായിരുന്നതിനൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള
ഒരു മേഖലയിലേക്ക് ആ പ്രോഫിറ്റിനെ, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റിനെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ബിസിനസ്സിൻ്റെ കോസ്റ്റും പ്രോഫിറ്റബിലിറ്റിയും എല്ലാ വർഷവും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് മൂന്നാമത്തെ വിഷയം. ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും ഫെയിലിയർ ആവാനുള്ള സാധ്യത ഇല്ല. നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.